നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിഞ്ഞാലക്കുട. ADRM BKMU സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മഹാത്മാ അയ്യങ്കാളി ജയന്തി ദിനാഘോഷം ആൽത്തറയ്ക്കൽ CPI മണ്ഡലം സെക്രട്ടറി NK ഉദയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. BKMU മണ്ഡലം സെക്രട്ടറി KV രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ AIDRM ജില്ലാ സെക്രട്ടറി ബാബു ചിങ്ങാരത്ത്, AISF ജില്ലാ സെക്രട്ടറി മിഥുൻ പോട്ടക്കാരൻ, BKMU മണ്ഡലം പ്രസിഡന്റ് CK ദാസൻ എന്നിവർ പ്രസംഗിച്ചു. KS പ്രസാദ് സ്വാഗതവും KC മോഹൻലാൽ നന്ദിയും പറഞ്ഞു. അയ്യങ്കാളിയുടെ 162ാമത് ജന്മദിനം ഇന്ന് നാട്ടിലാകെ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുകയും കൊണ്ടാടുകയും ചെയ്യുകയാണ്. നമുക്കറിയാം, പൊതു ഇടങ്ങൾ എന്നുള്ളത് എല്ലാവർക്കും തുല്യ അവകാശമുള്ളതാണ് എന്ന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് പറയുക മാത്രമല്ല, ആ പൊതുയിടങ്ങൾ സാർവത്രികമാക്കുന്നതിന് വേണ്ടി അതിശക്തമായ സമരങ്ങൾ, പോരാട്ടങ്ങൾ നടത്തിയ ചരിത്ര പുരുഷനാണ് മഹാത്മാ അയ്യങ്കാളി എന്നുള്ളത്. അയ്യങ്കാളിയുടെ പ്രസിദ്ധമായ വില്ലുവണ്ടി സമരം പട്ടികജാതിക്കാർക്ക്, അടിച്ചമർത്തപ്പെട്ടവർക്ക് ഒരു കാലത്ത് പൊതുവഴികൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന വിലക്ക് നിലനിന്നിരുന്നു. ആ വിലക്കിനെതിരെ വെള്ളക്കാളകളെ പൂട്ടിയ, മണികെട്ടിയ വെള്ളക്കാളകളെ പൂട്ടിയ വില്ലുവണ്ടിയിൽ തിരുവനന്തപുരത്ത് മഹാത്മാ അയ്യങ്കാളി നടത്തിയ സമരം എന്നുള്ളത് ചരിത്രത്തിൽ ആ രീതിയിൽ കൊട്ടിയടക്കപ്പെടുന്ന പൊതുയിടങ്ങളെ പൊതു കേന്ദ്രങ്ങളാക്കി മാറ്റാനുള്ള വലിയ പോരാട്ടത്തിൻ്റെ സമരവും പിന്നീട് നടന്ന ഐതിഹാസികമായ വിവിധങ്ങളായ സമരങ്ങളുടെയൊക്കെ തുടക്കവുമായി. ഇരിങ്ങാലക്കുട സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി രാസലഹരിക്കെതിരെ രജത നിറവ് വാക്കത്തോൺ സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ്, കത്തീഡ്രൽ വികാരി ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ എന്നിവർ ചേർന്ന് അമേരിക്കൻ പോലീസ് ഓഫീസർ തോമസ് ഫ്രാങ്ക്ലിന് പതാക കൈമാറി വാക്കത്തോൺ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത ചലച്ചിത്ര താരം ക്ലെയർ C. ജോൺ ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ ആൻസൺ ഡൊമിനിക് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ PTA പ്രസിഡന്റ് ഷാജു ജോസ് ചിറയത്ത്, കത്തീഡ്രൽ ട്രസ്റ്റി തോമസ് തൊഗലത്ത്, ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ ആന്റണി ജോൺ കണ്ടംപുളത്തി, കൺവീനർ ലിൻസൺ ഊക്കൻ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ടെൽസൺ കോട്ടോളി, കുടുംബ സമ്മേളന കേന്ദ്ര സമിതി പ്രസിഡന്റ് ജോബി അക്കരക്കാരൻ, ജോമി ചേറ്റുപുഴക്കാരൻ എന്നിവർ പ്രസംഗിച്ചു. കത്തീഡ്രൽ ദേവാലയങ്കണത്തിൽ നിന്നും സ്കൈറ്റിംഗ് കുട്ടികളുടെയും 25 ബുള്ളറ്റുകളുടെയും അകമ്പടിയോടെ രാസലഹരിക്കെതിരെ സ്കൂൾ രജത ജൂബിലി വിളംബരമായും സംഘടിപ്പിച്ച വാക്കത്തോൺ ചന്തക്കുന്ന് ചന്ദ്രിക ജംഗ്ഷൻ, മുനിസിപ്പൽ മൈതാനം, ഢാണ വഴി സ്കൂൾ അങ്കണത്തിൽ സമാപിച്ചു. തുടർന്ന് ചേർന്ന സമാപന സമ്മേളനത്തിൽ രൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ സിജോ ഇരുമ്പൻ, സ്കൂൾ ലീഡർ ക്രിസ്റ്റഫർ, സ്റ്റാഫ് സെക്രട്ടറി ജിംസൺ ജോർജ്, ഷീജ MJ, പാർവതി, മായ എന്നിവർ പ്രസംഗിച്ചു. നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഓടുന്ന സമയത്ത്, അല്ലെങ്കിൽ കളികളിൽ ഏർപ്പെടുന്ന സമയത്ത് നമ്മുടെ ശരീരം കുറച്ച് വാമാവും, ഹീറ്റാവും. അപ്പം അതിനു വേണ്ടി നമ്മുടെ മസിൽസിനെയും ജോയിൻസിനെയും എല്ലാം തയ്യാറാണ്, റെഡിയാക്കുകയാണ്. അതിനോട് പറയാണ്, നമ്മുടെ ശരീരത്തോട് നമുക്ക് തന്നെ പറയാണ്, നമ്മൾ ഇതൊരു ആക്ടിവിറ്റി ചെയ്യാൻ പോവാണ്, അതുകൊണ്ട് നീ ഒന്ന് തയ്യാറായിക്കോന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ. പാഠ്യേതര വിഷയങ്ങളിൽ കേരളത്തിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സ്കൂളുകളിലൊന്നാണ് ഇരിങ്ങാലക്കുട സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ. 2000 ആരംഭിച്ച ഇരിങ്ങാലക്കുടയിൽ ജീവിതം പോലെ ഉയർന്നു നിൽക്കുന്ന സ്ഥാപനം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൻ്റെ പാഠ്യവിഷയങ്ങളോട് കലാ, കായിക, സാഹിത്യ, സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി
സഞ്ജീവനി ആയുർവേദ ക്ലിനിക്കും AMAI ഇരിങ്ങാലക്കുട ഏരിയയും സംയുക്തമായി വിവിധ റെസിഡൻഷ്യൽ അസോസിയേഷനുകളുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നമ്പൂതിരീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ കൌൺസിലർ സ്മിത കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുനിസിപ്പൽ കൌൺസിലർ സിജു യോഹന്നാൻ, റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റുമാരായ ഹരികുമാർ തളിയക്കാട്ടിൽ, AC സുരേഷ്, T വേണുഗോപാൽ, P ജയചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. സഞ്ജീവനി ആയുർവേദ ക്ലിനിക് ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ ഇന്ദിരാദേവി M സ്വാഗതവും ഡോക്ടർ KP സുധീർ നന്ദിയും പറഞ്ഞു. നമ്മൾ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പിനെ കുറിച്ച്, ആയുർവേദം നമുക്ക് എപ്പോഴും യാതൊരു തരത്തിലുള്ള കോംപ്ലിക്കേഷൻസും ഉണ്ടാക്കില്ല എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് എല്ലാവരും തന്നെ വളരെയധികം പ്രിഫർ ചെയ്യുന്ന ഒന്നാണ് ആയുർവേദം. ആയുർവേദത്തിൽ ഇപ്പോൾ നമ്മുടെ ഡോക്ടർ ഇന്ദിരാദേവി പറഞ്ഞു, സഞ്ജീവനി ആയുർവേദ ക്ലിനിക്ക് എനിക്ക് തോന്നുന്നു 2010 ആ കാലഘട്ടത്തിലാണ്, 14 കാലഘട്ടത്തിലാണ് അത് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. അതിനും എനിക്ക് അന്ന് തുടങ്ങിയുള്ള ഡോക്ടർ ഇന്ദിരാദേവിയും ഡോക്ടർ സുധീറിന് അതിന് മുൻപറിയാം. അന്ന് ഡോക്ടർ ഇന്ദിരാദേവിയുടെ ഭർത്താവാണെന്ന് അവിടെ ഉദ്ഘാടന കർമ്മത്തിന് ചെല്ലുമ്പോഴാണ് അറിയുന്നത്. ഡോക്ടർ ഇവിടെ നമ്മുടെ ആയുർവേദത്തിലൊക്കെ ഇരുന്നിട്ടുണ്ട്. അതുകൊണ്ട് ഡോക്ടർ സുധീറിന് നല്ല പരിചയമാണ്. ഇവിടെ നിന്ന് കിട്ടുന്ന ആയുർവേദ ചികിത്സ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ പ്രസവം കഴിഞ്ഞ സ്ത്രീകൾക്ക് കൊടുക്കുന്ന പ്രസവാനന്തര ചികിത്സ വളരെ നല്ല രീതിയിൽ നമ്മുടെ ഡോക്ടർ ഇന്ദിരാദേവി കൊടുക്കുന്നുണ്ട്. ശരിക്കും ഞാൻ ഡോക്ടർ എന്നൊരു സഹോദരിയെ പോലെയാണ് ഡോക്ടർ ഇന്ദിരാദേവിയെ കാണുന്നത്. അത്രയ്ക്കും പിന്നെ ആരോട് ഇടപെടുന്നു, നമ്മൾക്കൊരു ഡോക്ടറെ ചെന്ന് കാണുമ്പോൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് നമ്മൾക്ക് ആ ഇടപെടുന്ന രീതിയാണ് നമ്മൾ രോഗം മാറ്റുന്നതും ഒക്കെ. നമുക്കൊരു ഉറപ്പ് തന്നിട്ടാണ് അവിടെ നിന്ന് വിടുന്നത്. കാരണം ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഇത് ഇത്ര ദിവസം കഴിച്ച് കഴിയുമ്പോൾ മാറും എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിലുള്ള വിശ്വാസം. കേരള കോൺഗ്രസ് ഇരിങ്ങാലക്കുട നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുന്ന കുടുംബ സമ്മേളനങ്ങളുടെ മുരിയാട് മണ്ഡലം തല ഉദ്ഘാടനം കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു. ഗിരിജ വല്ലഭൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ്, നിയോജക മണ്ഡലം പ്രസിഡന്റ് റോക്കി ആളുകാരൻ, ഭാരവാഹികളായ സേതുമാധവൻ പറയംവളപ്പിൽ, സതീഷ് കാട്ടൂർ, ND പോൾ, പോൾ നെല്ലിക്കൽ, തോമസ് ഇല്ലിക്കൽ, KP അരവിന്ദാക്ഷൻ എന്നിവർ പ്രസംഗിച്ചു. ആ പാട്ടിൽ സൂചിപ്പിച്ച പോലെ ഹൈന്ദവ സഹോദരന്മാരാകട്ടെ, ക്രിസ്തീയ സഹോദരന്മാരാകട്ടെ, മുസ്ലിം സഹോദരങ്ങളാകട്ടെ, എല്ലാവരും നന്മയുള്ള ആളുകളാണ്. അവരുടെ എല്ലാവരുടെയും നന്മയെ നമ്മൾ ഓരോരുത്തരും ഉൾക്കൊള്ളുകയും എല്ലാവരോടും സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആയിട്ടുള്ള നല്ല മനസ്സ് കാണിക്കുകയും ചെയ്തുകൊണ്ട് നമ്മൾ എല്ലാവരും ഒന്നാണ് എന്നൊരു സന്ദേശമാണ് നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സന്ദേശം കൊടുക്കുന്ന പാർട്ടി കേരള കോൺഗ്രസ് പാർട്ടിയാണ്. മറ്റ് പാർട്ടികൾക്ക് ഒന്നും അങ്ങനെ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഉള്ള പാർട്ടികളുണ്ടാകാം, അതില്ലാത്ത പാർട്ടികളുണ്ടാകാം. പക്ഷേ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഉത്ഭവം തന്നെ ആ ഒരു വലിയ സന്ദേശം മുന്നിൽ വെച്ചുകൊണ്ടാണ്. 1964 ഒക്ടോബർ മാസം 9 കേരള കോൺഗ്രസ് എന്ന മഹത്തായ പാർട്ടിക്ക് രൂപം നൽകുന്നത്, ആ പേര് നൽകുന്നത്, ആ ദീപം തെളിയിച്ചത് ഭാരതകേസരിയായിരുന്ന ശ്രീ മന്നത്ത് പത്മനാഭനാണ്. ഇരിങ്ങാലക്കുട നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിരമിച്ച അധ്യാപക അനധ്യാപകരുടെ ഒത്തുചേരൽ സൗഹൃദ സദസ്സ് സംഗമം ഹാളിൽ വെച്ച് നടന്നു. 90 വയസ്സിനടുത്ത് പ്രായമുള്ളവർ മുതൽ കഴിഞ്ഞ വർഷം വിരമിച്ചവർ ഉൾപ്പെടെ വിവിധ പ്രായത്തിലുള്ള അധ്യാപക അനധ്യാപകരാണ് സൗഹൃദ സദസ്സിൽ പങ്കെടുത്തത്. വിരമിച്ച ശേഷം വ്യക്തി ജീവിതത്തിലേക്ക് മടങ്ങിപ്പോയാലും സഹപ്രവർത്തകരുമായുള്ള സൗഹൃദം നിലനിർത്തുകയാണ് സൗഹൃദ കൂട്ടായ്മയിലൂടെ ലക്ഷ്യമിടുന്നത്. 80 വയസ്സ് കഴിഞ്ഞ മുൻ പ്രധാന അധ്യാപകൻ അപ്പു മാസ്റ്റർ, മുൻ ഹെഡ് മിസ്ട്രസ് റൂബി, LP സ്കൂൾ മുൻ പ്രധാനാധ്യാപിക വത്സല, വാസന്തി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. യോഗത്തിൽ അപ്പു മാസ്റ്റർ, രാധ ടീച്ചർ, ശ്രീദേവി, ഹരിദാസ്, റൂബി, വത്സല എന്നിവർ പ്രസംഗിച്ചു. സർവീസിൽ
കൂടെ വർക്ക് ചെയ്തവർക്കും ഇപ്പോൾ ഞാൻ പോയതിന് ശേഷം അവിടെ വർക്ക് ചെയ്ത് റിട്ടയർ എല്ലാവർക്കും ഞാൻ ഇന്നിവിടെ വന്ന് ഇതിൽ പങ്കെടുത്തതിന് പ്രത്യേകമായിട്ട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. പ്രത്യേക ഒരു പ്രസംഗം പലപ്പോഴും നാഷണൽ സ്കൂളിൽ അതൊക്കെ പറയാത്ത ഞാൻ എനിക്കിപ്പോൾ നന്നായിട്ട് നിങ്ങളോടൊന്നും എന്തെങ്കിലും സംസാരിക്കാനുള്ള മാനസിക അവസ്ഥ ഇല്ല. അതുകൊണ്ട് ദയാപൂർവം എൻ്റെ അപേക്ഷ സ്വീകരിച്ച് ഞാൻ ഇന്ന് വന്നതിനുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ പ്രത്യേകിച്ച് പറയുന്നു. ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന സുബ്രതോ കപ്പ് അണ്ടർ 17 പെൺകുട്ടികളുടെ വിഭാഗത്തിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കിയ കേരള ടീമിലെ ഇരിങ്ങാലക്കുട അവിട്ടത്തൂർ LBSM ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്കും കോച്ച് തോമസ് കാട്ടൂക്കാരനും തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും ചേർന്ന് സ്വീകരണം നൽകി. പ്രിൻസിപ്പൽ ഡോക്ടർ AV രാജേഷ്, പ്രധാനാധ്യാപകൻ മെൻജോ പോൾ, PTA ഭാരവാഹികൾ, മാനേജ്മെന്റ് പ്രതിനിധികൾ, ജീവനക്കാർ, രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു. ഇന്ത്യയിൽ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൂടുതൽ LBSM HSS പ്രകടനങ്ങളാണ് എല്ലാ പേപ്പറിലും. അപ്പം തന്നെ പല പേപ്പറിലും വെച്ചിട്ടായിരുന്നു അതിൻ്റെ ന്യൂസുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് എല്ലാവരും പ്രാർത്ഥന സഹകരണം പിന്നെ ചരിത്ര നേട്ടം പറയുന്നത് നമ്മൾ ഫസ്റ്റ് റൗണ്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ വിചാരിച്ചുള്ളൂ. പക്ഷേ ദൈവത്തിൻ്റെ ഫസ്റ്റ് റൗണ്ട് കളിക്കുമ്പോൾ സെക്കൻഡ് റൗണ്ട് ഭയങ്കര ടൈറ്റ് നല്ല ടീമായിരുന്നു, കല്യാണത്തിലേക്ക് നേതാക്കളായിരുന്നു. അത് നമ്മുടെ മക്കൾ നന്നായിട്ട് കളിച്ചു. അങ്ങനെ നമ്മുടെ ടീം ജയിച്ചു. അത് സെമിക്ക് ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരളത്തിൽ ചെന്ന പെൺകുട്ടികൾ ചരിത്രത്തിൽ സെമിഫൈനൽ. ഇരിങ്ങാലക്കുട പ്രതീക്ഷാ ഭവനിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികൾ രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോളി വടക്കൻ ഉദ്ഘാടനം ചെയ്തു. മുൻ MLA അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയ്സൺ പാറേക്കാടൻ, ഇരിങ്ങാലക്കുട ന്യൂൺ മീൽസ് ഓഫീസർ ശ്രീമതി മുരളി, പ്രതീക്ഷാ ഭവൻ മദർ സുപ്പീരിയർ മദർ സീമ പോൾ എന്നിവർ പ്രസംഗിച്ചു. ആ ഒരു ദൗത്യമാണ് മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന ആ അതിശ്രേഷ്ഠമായ ആ ദൗത്യ നിർവഹണത്തിൽ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഞങ്ങളെല്ലാവരും തന്നെ നിങ്ങളോടൊപ്പം പങ്കുചേരുന്നു. നിങ്ങളുടെ ആ ഒരു സാഹചര്യങ്ങളെ ഞങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. ഈ വിദ്യാലയം ഇത്രയും വർഷങ്ങളായി ഇത്തരത്തിലുള്ള ഒത്തിരിയേറെ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുന്നത്, ഈ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു കൃത്യമായ രീതിയിലുള്ള ദിശാബോധം നൽകുന്നത് അച്ഛൻ ഏറെ വർഷങ്ങളായി കാണുന്ന ഒരു വ്യക്തിയാണ്. 2002 വർഷമായിട്ട് അച്ഛൻ ഈ സ്ഥാപനത്തെ അറിയാം. വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് വളരെ സമർപ്പണത്തോടുകൂടെ തന്നെ ഇവിടെ പ്രവർത്തിക്കുന്ന സിസ്റ്റേഴ്സും അധ്യാപകരും അനധ്യാപകരും അടക്കമുള്ള വലിയൊരു ടീം ഈ ഒരു സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി കൂടെയുണ്ട്. നിങ്ങളെപ്പോലെയുള്ളവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സദാ സന്നദ്ധരായി നിൽക്കുന്ന ഇവരുടെ വലിയ ശുശ്രൂഷകളെ നമുക്ക് സ്നേഹത്തോടെ ഓർക്കാം. മുകുന്ദപുരം താലൂക്ക് NSS യൂണിയന്റെ ആഭിമുഖ്യത്തിൽ അത്തം നാളിൽ സംഘടിപ്പിച്ച പൂക്കള മത്സരത്തിൽ കൊരട്ടി മേഖലയിലെ കാടുകുറ്റി കരയോഗം ജേതാക്കളായി. 7500 രൂപയും ഫലകവും സർട്ടിഫിക്കറ്റും അടങ്ങുന്നതാണ് സമ്മാനം. കോടാലി മേഖലയിലെ കുറ്റിച്ചിറ കരയോഗം 2ാം സ്ഥാനത്തിനും കുഴൂർ മേഖലയിലെ ഐരാണിക്കുളം കരയോഗം 3ാം സ്ഥാനത്തിനും അർഹരായി. 2-3 സ്ഥാനങ്ങൾ ലഭിച്ചവർക്ക് യഥാക്രമം 5001 രൂപയും 2500 രൂപയും ഫലകവും സർട്ടിഫിക്കറ്റുമാണ് സമ്മാനം. പങ്കെടുത്ത മുഴുവൻ കരയോഗങ്ങൾക്കും ക്യാഷ് അവാർഡും സമ്മാനിച്ചു. NSS താലൂക്ക് യൂണിയൻ ചെയർമാൻ അഡ്വക്കേറ്റ് D ശങ്കരൻകുട്ടി സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പ്രോഗ്രാം കോർഡിനേറ്റർ ബാലകൃഷ്ണൻ, യൂണിയൻ കമ്മിറ്റി അംഗങ്ങളായ സുനിൽ K മേനോൻ, AG മണികണ്ഠൻ, CV വിജയൻ, PR അജിത് കുമാർ, N ഗോവിന്ദൻകുട്ടി, രവി കണ്ണൂർ, K രാജഗോപാലൻ എന്നിവർ പങ്കെടുത്തു. യൂണിയൻ സെക്രട്ടറി S കൃഷ്ണകുമാർ സ്വാഗതവും യൂണിയൻ കമ്മിറ്റി അംഗം നന്ദൻ പറമ്പത്ത് നന്ദിയും പറഞ്ഞു. ഇരിങ്ങാലക്കുട ദൊഡമന മഠത്തിൽ നാരായണൻ എമ്പ്രാതിരിയുടെയും ഭാഗീരഥി അമ്മാളുടെയും മകളും കാസർഗോഡ് കുമ്പള പെരണ മഠത്തിൽ പരേതനായ സുബ്രഹ്മണ്യ ഹെബ്ബാറിന്റെ ഭാര്യ
ജയലക്ഷ്മി അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സംസ്കാരം കാസർഗോഡ് കുമ്പളയിലെ വസതിയിൽ വെച്ച് നടന്നു. ജയ, വിക്രമൻ, ശോഭ, ഹരി, പരേതയായ ഭാനു എന്നിവർ മക്കളും രാജൻ, അശോകൻ, ലക്ഷ്മി, മനോഹരൻ, സംഗീത എന്നിവർ മരുമക്കളുമാണ്. ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.